വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. സർക്കാർ അടച്ചുപൂട്ടാൻ പറഞ്ഞ സ്കൂളിനെ കൂട്ടിപ്പിടിച്ച് നാട്ടുകാരും പഞ്ചായത്തും. 3 വർഷം മുമ്പ് അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശിച്ച കരുവാരക്കുണ്ട് അരിമണൽ ബദൽ സ്കൂളാണ് നാട്ടുകാരുടെ കഠിന ശ്രമം കൊണ്ട് നിലനിൽക്കുന്നത്. സ്വന്തം നാട്ടിലെ LP സ്കൂൾ നിലനിർത്താൻ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പണം കണ്ടെത്തുകയും വേണം. 2022 മെയ് മാസം മുതലാണ് ഈ നാട്ടുകാരുടെ ദുരിതത്തിന് തുടക്കം. അന്ന് സംസ്ഥാനത്തെ 227 ബദൽ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ മഞ്ഞൾപാറയിലെയും അരിമണലിലെയും 2 ബദൽ സ്കൂളുകളും ഉൾപ്പെട്ടു. മഞ്ഞൾപാറയിലെ സ്കൂൾ പൂട്ടിപ്പോയി. അരിമണലിലെ സ്കൂൾ നാട്ടുകാർ നിലനിർത്തി. പ്രീ പ്രൈമറി അടക്കം 4ാം ക്ലാസ് വരെ IT അടക്കം പഠിക്കുന്ന 100-ലേറെ കുട്ടികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. 6 അധ്യാപകരും ഒരു ഹെൽപ്പറും ജീവനക്കാരായുണ്ട്. ഒരു മാസം 60,000 രൂപയാണ് സ്കൂൾ പ്രവർത്തിപ്പിക്കാനുള്ള ചെലവ്. ഈ സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പഞ്ചായത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അവിടെ സ്കൂൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായ കെട്ടിടമുണ്ട്, പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ടതാണ്. പക്ഷേ സ്കൂളിൽ ശമ്പളം കൊടുക്കാനും മറ്റും സൗകര്യങ്ങളില്ല. നേരത്തെ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നതാണ് ശമ്പളം. അത് നിർത്തൽ ചെയ്തപ്പോൾ ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല. ഇപ്പൊ നാട്ടുകാരും അവിടെ ഓറിയോൺ ക്ലബിന്റെ പ്രവർത്തകരും കൂടിയിട്ടാണ് സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അവരാണ് ശമ്പളം പിരിവെടുത്തിട്ട് നാട്ടുകാരിൽ നിന്ന് വരിസംഖ്യ പിരിച്ചിട്ടും സംഭാവന പിരിച്ചിട്ടും ശമ്പളം കൊടുക്കുക. അതൊരു തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഒരു ചെറിയ ഗ്രാമമാണ്, പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ സർക്കാരിനോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത് ഈ സ്കൂൾ തുടർന്ന് മുൻപ് നടന്നിരുന്നത് പോലെ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ ബദൽ സ്കൂളുകൾ നടത്തപ്പെടണം. അതാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കത്ത് കൊടുത്തത്. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവും അതിനുള്ള സൗകര്യങ്ങളും കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചെയ്തു തരുന്ന മുറക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ കത്തയച്ചിട്ടുള്ളത്. കത്തിന് മറുപടിയായി അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന ഒരു മറുപടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാൻ. നാട്ടുകാർ പിരിവെടുത്ത് സ്ഥലം വാങ്ങി പഞ്ചായത്ത് ഫണ്ടും നാട്ടുകാരുടെ സഹായവും ചേർത്ത് 1 കോടിയോളം മുടക്കി 2-നില കെട്ടിടവും പണിതു. 2022 ജൂൺ മുതൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരാണ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന 4 അധ്യാപകരെ മറ്റു സ്കൂളുകളിലേക്ക് സർക്കാർ തന്നെ മാറ്റി. സ്കൂളിന്റെ നടത്തിപ്പും ശമ്പളമടക്കമുള്ള കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതും നേതൃത്വം നൽകുന്നതും പ്രദേശത്തെ ഓറിയോൺ എന്ന ക്ലബ്ബ് ഭാരവാഹികളാണ്. സ്കൂളിന് വേണ്ടി ക്ലബ്ബ് മൈതാനവും വാങ്ങിയിട്ടുണ്ട്. ഒരു പൊതുവിദ്യാലയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടുകാരും ഇവിടുത്തെ ഓറിയോൺ ക്ലബ്ബും ഒക്കെ ഉറച്ചു നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബദൽ സ്കൂൾ ഇവിടെ അങ്ങനെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ നിലവിൽ ഈ സ്കൂളിന്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നാട്ടുകാർ പിരിവെടുത്ത് ഓരോ മാസത്തിലും ഒരു 60,000 രൂപ ഈ സ്കൂളിന്റെ ദിനംപ്രതിയുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് വെറും 50 മീറ്റർ നടന്നാല് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ പിരിവെടുത്ത് വാങ്ങിയ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള കമ്പ്യൂട്ടർ സംവിധാനം വരെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിലുള്ള ചുറ്റുപാടിൽ ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനുള്ള സാലറി ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇപ്പൊ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂണിഫോം, പാഠപുസ്തകം, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഫാക്കൽറ്റി ഒരാളുടെ സാലറി തുടങ്ങിയവ. പക്ഷേ ഈ സ്കൂൾ ഇവിടെ സാധാരണക്കാർ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ്. ഞങ്ങളുടെ ചുറ്റുപാടും ധാരാളം ഇംഗ്ലീഷ് സ്കൂളുകളുണ്ട്. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ചുറ്റുമുള്ളത്. അപ്പൊ അവർക്കൊരു അത്താണിയാണ് ഈ സ്കൂള്. ഇവിടെ നിന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങള് വർഷങ്ങളോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2003 മുതൽ നമ്മൾ തുടങ്ങിയ ആ വർഷം മുതൽ ഇവിടെ പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിന്റെ ഉന്നത നിലകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഒരു പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാൻ സർക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പാഠപുസ്തകം, യൂണിഫോം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഇപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. Charitra Vivag Bridal Collections by Shobhika Weddings.